നിങ്ങളെല്ലാവരും മിന്നൽ മുരളിയുടെ ടീസർ കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മൾ ആ ഒരു ടീസറിൽ സ്റ്റാർട്ടിങ്ങിലൊക്കെ ആയിട്ട് ഒരു സീനുണ്ട്. നമ്മുടെ ബിജുക്കുട്ടൻ ഓട്ടോയ്ക്കകത്ത് ഇരിക്കുമ്പോൾ നമ്മുടെ ടൊവിനോ ഭയങ്കര ഫാസ്റ്റായിട്ട് പാസ് ചെയ്ത് പോകുന്നൊരു സീനുണ്ട്. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്ക് എങ്ങനെയാണ് വളരെ സിമ്പിളായിട്ട് അങ്ങനത്തെ ഒരു ക്വിക്ക് റൺ എഫക്റ്റ് പ്രീമിയർ പ്രോയിൽ തന്നെ ക്രിയേറ്റ് ചെയ്യാനാണ്. നിങ്ങളുടെ പുതിയതാണെങ്കിൽ എൻ്റെ പേര് ഓസ്റ്റിൻ. ഈ ഒരു ചാനൽ നമ്മൾ ഫോട്ടോഗ്രാഫി അതുപോലെ തന്നെ ഫിലിം മേക്കിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കണ്ടന്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളിതൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അപ്പുറത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പുതുതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അപ്പോൾ നമ്മളിവിടെ കമ്പ്യൂട്ടറിൽ നോക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആദ്യത്തെ ഷോട്ട് എന്ന് പറയുന്നത് നമ്മുടെ ആൾ കിച്ചണിൽ നിന്ന് ഇങ്ങനെ ചാടിയിട്ട് വന്ന് ലാൻഡ് ചെയ്യുന്ന ഒരു ഷോട്ടാണ്. രണ്ടാമത്തെ ഷോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്യാമറ നമ്മൾ ട്രൈപോഡിൽ, ഇപ്പോൾ നിങ്ങളുടെ സ്മാർട്ട് ഫോൺ ആയാലും ക്യാമറ ആയാലും ഒരു സ്പോട്ടിൽ വെച്ചിട്ട് നമ്മുടെ സബ്ജക്റ്റ് ഒരു പോയിന്റിൽ നിന്ന് വേറെ പോയിന്റിലോട്ട്, അവിടുന്ന് രണ്ടാമത്തെ പോയിന്റിലോട്ട്, പിന്നെ നമ്മുടെ സ്റ്റാർട്ടിങ് പോയിന്റിലോട്ട് തിരിച്ചു വരുന്ന ഒരു ഷോട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ നമ്മൾ ആ ഒരു ഓട്ടത്തിൻ്റെ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ആ ഒരു സെയിം സ്പോട്ടിൽ തന്നെ നമ്മളിങ്ങനെ ഒരു ബ്ലാങ്ക് ആയിട്ടുള്ളൊരു വീഡിയോയും കൂടി നമ്മൾ എടുത്തു വയ്ക്കണം. ഓക്കെ, അത് നമ്മൾ മറക്കരുത്. നമ്മൾ ആ ഓട്ടത്തിൻ്റെ വീഡിയോ എടുത്തിട്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ആ സെയിം സ്പോട്ടിൽ ക്യാമറ അനങ്ങാതെ നമ്മളൊരു ബ്ലാങ്ക് വീഡിയോ എടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ ഷോട്ടുകൾ വരുന്നത്. അടുത്ത നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലേതെങ്കിലും ഒരു വീഡിയോ നമ്മളെടുത്തിട്ട് നമ്മളിങ്ങനെ കറക്റ്റ് ഒരൊറ്റ ഫ്രെയിമല്ലേ, നമ്മളിങ്ങനെ ഒരു ഫ്രെയിം എടുത്തിട്ട് നമ്മളിങ്ങനെ പോസ് ചെയ്യുക വീഡിയോ. എന്നിട്ട് നമ്മൾ ആ ഒരു ഫ്രെയിമിൽ പോസ് ചെയ്തിട്ട് നമുക്ക് സ്ക്രീൻഷോട്ട് എടുക്കാനായിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. നമ്മളപ്പോൾ സ്ക്രീൻഷോട്ട് എടുക്കുക. ആ സ്ക്രീൻഷോട്ട് നമ്മൾ നേരെ പോയിട്ട് ഫോട്ടോഷോപ്പിലോട്ട് ഓപ്പൺ ചെയ്യാം. ഫോട്ടോഷോപ്പിലോട്ട് ഓപ്പൺ ചെയ്തിട്ട് നമ്മളത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ സബ്ജക്റ്റിനെ നമ്മളൊന്ന് സെലക്ട് ചെയ്യണം. അപ്പോൾ നമ്മളാദ്യം നമ്മുടെ ഫോട്ടോഷോപ്പിൽ സബ്ജക്റ്റ് സെലക്ഷൻ ടൂൾ എടുത്തിട്ട് നമ്മുടെ ആളെ സെലക്ട് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഫിൽറ്ററിൽ പോയിട്ട് നമുക്കിവിടെ ബ്ലർ എന്ന സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ മോഷൻ ബ്ലർ എന്ന് പറഞ്ഞ് കാണാനായിട്ട് സാധിക്കും. അതിൽ നമ്മൾ നമ്മുടെ മോഷൻ ബ്ലർ എടുത്തിട്ട് നമ്മളിങ്ങനെ നൈസായിട്ട് ബ്ലർ കൊടുക്കുക. എന്നിട്ട് നമ്മൾ Ctrl+J അമർത്തി കഴിഞ്ഞാൽ നമുക്ക് ആ ലെയറിൻ്റെ ഒരു കോപ്പി കിട്ടും. നമ്മളിപ്പോൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ലെയർ ഡിലീറ്റ് ചെയ്തിട്ട് ഈ ഒരു ലെയർ നമ്മൾ സേവ് ചെയ്യുക, ഡെസ്ക്ടോപ്പിലോട്ട് സേവ് ചെയ്തിട്ട് അതും നമ്മൾ പ്രീമിയർ പ്രോയിലോട്ട് ഇമ്പോർട്ട് ചെയ്യുക. നമ്മൾ ടൈം ലൈനിലോട്ട് നോക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുകളിലത്തെ ലെയറിൽ നമ്മുടെ കക്ഷി ഓടണ വീഡിയോ ഉണ്ട്. അതിൻ്റെ അടിയിലത്തെ ലെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്ലെയിനായിട്ട് സബ്ജക്റ്റിലാണ് നമ്മളൊരു വീഡിയോ എടുത്തിട്ടില്ല, ആ വീഡിയോ ആണ് അടിയിലെടുക്കുന്നത്. അടുത്ത നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗഡിമോൻ ഓടാനായിട്ട് തുടങ്ങുന്ന ആ ഒരൊറ്റ ഫ്രെയിമിൽ നമ്മുടെ ആ ഓടുന്ന വീഡിയോ കട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ മറ്റേ MT വീഡിയോ ഉണ്ടായിരിക്കും. ആ ഒരു ഫ്രെയിമിൽ നമ്മളെ ഫോട്ടോഷോപ്പിൽ കട്ട് ചെയ്ത ആ ഒരു PNG ആ ഒരു ബ്ലർ ഫയൽ നമ്മൾ കൊണ്ടുവയ്ക്കുക. മൂന്നാമത്തെ ഫ്രെയിമിൽ നമ്മുടെ ആൾ സ്പോട്ടിലെത്തി. അതുപോലെ തന്നെ നമ്മൾ അവിടെ നിന്ന് അടുത്ത സ്പോട്ടിലോട്ട് പോകുമ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ ഒരൊറ്റ ഫ്രെയിമിൽ നമ്മൾ അവിടെ നിന്ന് കട്ട് ചെയ്തു. ആ ഒരു ഫ്രെയിമിൽ നമ്മൾ ഓടുന്ന വീഡിയോ കട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് അടിയിലായിട്ട് നമ്മുടെ ക്ലീൻ വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നമ്മുടെ രണ്ടാമത്തെ ഫ്രെയിമിൽ നമ്മുടെ ബ്ലർ വെച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും മൂന്നാമത്തെ ഫ്രെയിമിൽ നമ്മുടെ ആളെത്തി. അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് ഓടുന്ന ഒരൊറ്റ സ്റ്റെപ്പിൽ നമ്മൾ കട്ട് ചെയ്തിട്ട് 3 ഫ്രെയിം ഇട്ടു. 3 ഫ്രെയിം ഇട്ടിട്ടാണ് നമ്മുടെ തിരിച്ച് നമ്മുടെ പൊസിഷനിലോട്ട് എത്തുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ നടുക്കിലത്തെ ഫ്രെയിമിൽ നമ്മൾ ആ ബ്ലർ കൊണ്ടുവയ്ക്കുകയാണ്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ വളരെ സിമ്പിളായിട്ട് ഈ ഒരു എഫക്റ്റ് പ്രീമിയർ പ്രോയിൽ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വളരെ സിമ്പിളായിട്ട് ഇങ്ങനത്തെ ഒരു ചെറിയ സീക്വൻസ് ഷൂട്ട് ചെയ്യുന്നതും എഡിറ്റ് ചെയ്യുന്നതും. ഞാനിപ്പോൾ ഇവിടെ ഒരു സീക്വൻസ് എടുത്തിരിക്കുന്നത് ക്യാമറയിലാണ്. നിങ്ങൾക്കിത് ഫോണിലായാലും വളരെ സിമ്പിളായിട്ട് എടുക്കാവുന്ന കുറച്ച് ഷോട്ടുകൾ തന്നെയാണ്. നമുക്ക് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഇതിലൊന്നുമില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അപ്പുറത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ട് വീഡിയോ ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ നമ്മൾ ഫോട്ടോഗ്രാഫി അതുപോലെ തന്നെ ഫിലിം മേക്കിംഗ് റിലേറ്റഡ് ആയിട്ട് ഒരുപാട് വീഡിയോ ചെയ്യുന്നുണ്ട്. അതെല്ലാം ഞാൻ കാറ്റഗറൈസ് ചെയ്ത് പ്ലേലിസ്റ്റ് ആക്കിയിട്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ കാണാത്ത വീഡിയോസ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഒരുപാട് ഉപകാരപ്രദമായ വീഡിയോസ് നിങ്ങൾക്ക് അതിലുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിൽ ഇനി കാണാം. അതുവരെ ബൈ, പീസ്.